നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാളത്തിൽ നമ്മൾ പൊതുവെ സംസാരിക്കാറുള്ളതാണ്. മഴ പെയ്യാൻ പോകുകയാണ്, അവൻ കളിക്കാൻ പോവുകയാണ്, അവൻ പഠിക്കാൻ പോവുകയാണ്, ഞാനൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ പൊതുവെ സംസാരിക്കാറുള്ളതാണ്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ 78ാമത്തെ ക്ലാസ് ആണ്. എല്ലാവരും ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിലാണ് കണ്ടുപഠിച്ചതെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ നിർബന്ധമായിട്ടും ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിൽ തന്നെ കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ കോഴ്സിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. മുഴുവൻ ക്ലാസിന്റെയും ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. THINKLISH ACADEMY. Speak with us. ഞാൻ പഠിക്കാൻ പോകുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഐ ആം ഗോയിങ് ടു സ്റ്റഡി. ഞാൻ പഠിക്കാൻ പോകുകയാണ്. അവൾ പഠിക്കാൻ പോവുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഷീ ഈസ് ഗോയിങ് ടു സ്റ്റഡി. അവൾ പഠിക്കാൻ പോവുകയാണ്. അവർ പഠിക്കാൻ പോവുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ദേ ആർ ഗോയിങ് ടു സ്റ്റഡി. അവർ പഠിക്കാൻ പോവുകയാണ്. ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം വരുന്നത് ഗോയിങ് ടു എന്നുള്ളതാണ്. ഈ കാര്യം ചേർക്കുമ്പോഴാണ് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്നുള്ള അർത്ഥം ലഭിക്കുന്നത്. ഇതിൽ കുറച്ച് നിയമങ്ങളൊക്കെ വരുന്നുണ്ട്. ആം, ഈസ്, ആർ എന്നുള്ളത്. ഈ കാര്യങ്ങൾ എവിടെയാ വരിക എന്നുള്ളത് മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. എന്നാലും അതിന്റെ നിയമങ്ങൾ ഒന്നും കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഇതിന്റെ നിയമം വരുന്നത് ഒന്നിൽ കൂടുതലുള്ള ആളുകളാണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ ആറും, അതുപോലെ തന്നെ ഒരാളാണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ ഈസുമാണ് ചേർക്കേണ്ടത്. ആമ് വരിക ഐയുടെ കൂടെ മാത്രമായിരിക്കും. ഈസിന്റെ കൂടെ വരുന്നത് ഷീ, ഹി, ഇറ്റ്. ഷീ എന്ന് പറയുന്നത് ഒരാളാണ്, ഹി എന്ന് പറയുന്നതും ഒരാളാണ്, ഇറ്റ് എന്ന് പറയുന്നതും ഒരാളാണ്. അപ്പോൾ ഈസിന്റെ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ വരിക. അതുപോലെ തന്നെ ദേ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുള്ള ആളുകളാണ്. വി എന്ന് പറയുന്നതും ഒന്നിൽ കൂടുതലുള്ള ആളുകളാണ്. യു എന്ന് പറയുന്നത് നീ എന്നുള്ള അർത്ഥവും വരും, അതുപോലെ തന്നെ നിങ്ങൾ എന്നുള്ള അർത്ഥവും വരും. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ എന്താണോ നിയമം വരുന്നത് അതിന്റെ കൂടെയാണ് ചേർക്കുക. ഇതാണ് ഇതിന്റെ നിയമം വരുന്നത്. കൂടാതെ വാക്കുകളുടെ ഓർഡറും സാഹചര്യവും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സാഹചര്യം എന്ന് പറയുമ്പോൾ ഭാവിയിൽ ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ കുറെ സമയം കഴിഞ്ഞിട്ടായിരിക്കാം ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വാക്കുകളുടെ ഓർഡർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാക്കുകളുടെ ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഐ എന്നുള്ളതാണ് ആദ്യം വരുന്നത്. രണ്ടാമതായിട്ട് ആം ചേർക്കാം. മൂന്നാമതായിട്ട് ഗോയിങ് എന്നുള്ളത് ചേർക്കാം. നാലാമതായിട്ട് ടു ചേർക്കാം. അഞ്ചാമതായിട്ട് എന്താണോ പ്രവൃത്തി വരുന്നത്, പ്രവൃത്തി നിർബന്ധമായിട്ടും V1 ആയിരിക്കണം. ഇതാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. ഈ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമുക്കിതിന്റെ ഉദാഹരണ സഹിതം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. അവൾ കളിക്കാൻ പോകുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഷീ ഈസ് ഗോയിങ് ടു പ്ലേ. അവൾ കളിക്കാൻ പോവുകയാണ്. അവൻ സഹായിക്കാൻ പോവുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഹി ഈസ് ഗോയിങ് ടു ഹെൽപ്പ്. അവൻ സഹായിക്കാൻ പോവുകയാണ്. അവർ സംസാരിക്കാൻ പോകുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ദേ ആർ ഗോയിങ് ടു സ്പീക്ക്. അവർ സംസാരിക്കാൻ പോകുകയാണ്. നമ്മളിപ്പോ നോക്കിയത് ചെറിയ രീതിയിലുള്ള ഉദാഹരണങ്ങളാണ്. നമുക്ക് അടുത്തത് വലിയ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അത് നമുക്ക് സംസാരത്തിലൊക്കെ നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത് നോക്കാം. ഞാൻ അവനോടൊപ്പം കളിക്കാൻ പോവുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഐ ആം ഗോയിങ് ടു പ്ലേ വിത്ത് ഹിം. ഞാൻ അവനോടൊപ്പം കളിക്കാൻ പോവുകയാണ്. കളിക്കുന്ന കാര്യമല്ല, കളിക്കാൻ നോക്കുന്ന, ഫ്യൂച്ചറിലേക്ക് അങ്ങനെ ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. അവൻ ക്ലാസ്സിൽ പോകാൻ പോവുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഹി ഈസ് ഗോയിങ് ടു ഗോ ടു ദ ക്ലാസ്. അവൻ ക്ലാസ്സിൽ പോകാൻ പോവുകയാണ്. ഈ പോകാൻ പോവുക എന്നുള്ള രീതിയിൽ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടാവില്ല. പക്ഷേങ്കിൽ ഇതിന്റെ ഈ രൂപത്തിലുള്ള കാര്യം എന്ന് വെച്ചാൽ ഗോയിങ് ടു ഗോ എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൽ പൊതുവെ വരാറുള്ള കാര്യമാണ്. അപ്പോൾ അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ആ കാര്യം ചെയ്യാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ അവനോട് സംസാരിക്കാൻ പോവുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഷീ ഈസ് ഗോയിങ് ടു ടോക്ക് ടു ഹിം. അവൾ അവനോട് സംസാരിക്കാൻ പോവുകയാണ്. ടു ഹിം എന്ന് പറയുന്നത് അവനോട് എന്നുള്ള രീതിയിലുള്ള അർത്ഥമാണ് വരിക. അടുത്ത ഉദാഹരണം നോക്കാം. മഴ പെയ്യാൻ പോകുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? പെയ്യുന്ന കാര്യമല്ല, പെയ്യാൻ പോകുന്ന, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. മഴ പെയ്യാൻ പോകുകയാണ്. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ ഇന്ന് രാത്രി കൂടുതൽ പഠിക്കാൻ പോവുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഐ ആം ഗോയിങ് ടു സ്റ്റഡി മോർ ടുനൈറ്റ്. ഞാൻ ഇന്ന് രാത്രി കൂടുതൽ പഠിക്കാൻ പോവുകയാണ്. ടുനൈറ്റ് എന്നുള്ളതിന്റെ അർത്ഥം ഇന്ന് രാത്രി എന്നുള്ളതാണ്. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ അത്താഴത്തിന് ശേഷം വീഡിയോ ഗെയിമുകൾ കളിക്കാൻ പോവുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഐ ആം ഗോയിങ് ടു പ്ലേ
വീഡിയോ ഗെയിംസ് ആഫ്റ്റർ ഡിന്നർ. ഞാൻ അത്താഴത്തിന് ശേഷം വീഡിയോ ഗെയിമുകൾ കളിക്കാൻ പോവുകയാണ്. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ എൻ്റെ അമ്മയെ കുറിച്ച് പറയാൻ പോകുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയെ കുറിച്ച് പറയാൻ പോവുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണെങ്കിൽ അബൌട്ട് മൈ മദർ അല്ലെങ്കിൽ അബൌട്ട് മൈ ഫ്രണ്ട്, അബൌട്ട് മൈ കൺട്രി, ഈ രീതിയിൽ എന്ന് പറയുന്നത് ഈ കാര്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്ത ഉദാഹരണം നോക്കാം. അവൻ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഒരാൾ അങ്ങനെ ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. ഹി ഈസ് ഗോയിങ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അവൻ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണ്. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ ഒരു മാനേജർ ആകാൻ പോവുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഐ ആം ഗോയിങ് ടു ബി എ മാനേജർ. ഞാനൊരു മാനേജർ ആകാൻ പോവുകയാണ്. ആയി കഴിഞ്ഞ കാര്യമല്ല, ആകാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആവാൻ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ നമ്മളെ ബി ആണ് ചേർക്കുക. ഗോയിങ് ടു ബി എന്നുള്ള രീതിയിലാണ് ചേർക്കേണ്ടത്. ഈ രീതിയിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അവനൊരു അധ്യാപകനാകാൻ പോകുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഹി ഈസ് ഗോയിങ് ടു ബി എ ടീച്ചർ. അവനൊരു അധ്യാപകനാകാൻ പോവുകയാണ്. നിങ്ങളൊരു പിതാവാകാൻ പോവുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? യു ആർ ഗോയിങ് ടു ബി എ ഫാദർ. നിങ്ങളൊരു പിതാവാകാൻ പോവുകയാണ്. അടുത്ത് തന്നെ കുട്ടി ജനിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം പറയാണ് നിങ്ങളൊരു പിതാവാകാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ ഉടൻ ഒരു ബിസിനസ്സുകാരനാകാൻ പോകുകയാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഐ ആം ഗോയിങ് ടു ബി എ ബിസിനസ് മാൻ സൂൺ. ഞാൻ ഉടൻ ഒരു ബിസിനസ് മാൻ ആകാൻ പോവുകയാണ്. സൂൺ എന്ന് പറയുന്നത് ഉടൻ അല്ലെങ്കിൽ പെട്ടെന്ന് എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഇതിന്റെ എല്ലാ അർത്ഥങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞതോ അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്നതോ കാര്യമല്ല പറയുന്നത്. ഒരു കാര്യം ഫ്യൂച്ചറിലേക്കോ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിലോ വരുന്ന ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. അടുത്ത ഇതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള രൂപങ്ങൾ നോക്കാം. ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്നും പറയാം, അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യാൻ പോവുകയല്ല എന്നുള്ള രൂപത്തിലും നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഞാൻ പഠിക്കാൻ പോവുകയല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ ആം നോട്ട് ഗോയിങ് ടു സ്റ്റഡി. ഞാൻ പഠിക്കാൻ പോവുകയല്ല. ആമിന്റെ ശേഷം ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി, അത് നെഗറ്റീവ് ആക്കാൻ പറ്റുന്നതാണ്. അവൻ പഠിക്കാൻ പോവുകയല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഹി ഈസ് നോട്ട് ഗോയിങ് ടു സ്റ്റഡി. അവർ പഠിക്കാൻ പോവുകയല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ദേ ആർ നോട്ട് ഗോയിങ് ടു സ്റ്റഡി. അവർ പഠിക്കാൻ പോവുകയല്ല. ഈ രൂപത്തിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അവൾ പങ്കെടുക്കാൻ പോകുകയല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ ഈസ് നോട്ട് ഗോയിങ് ടു പാർട്ടിസിപ്പേറ്റ്. അവൾ പങ്കെടുക്കാൻ പോകുകയല്ല. അവർ അവിടെ ചേരാൻ പോകുകയല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ദേ ആർ നോട്ട് ഗോയിങ് ടു ജോയിൻ ദെയർ. അവർ അവിടെ ചേരാൻ പോകുകയല്ല. ജോയിൻ എന്ന് പറയുന്നത് ചേരുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ അവനെ കല്യാണം കഴിക്കാൻ പോകുകയല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ ഈസ് നോട്ട് ഗോയിങ് ടു മാരി ഹിം. അവൾ അവനെ കല്യാണം കഴിക്കാൻ പോകുകയല്ല. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ നിന്നെ ചതിക്കാൻ പോകുകയല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ ആം നോട്ട് ഗോയിങ് ടു ചീറ്റ് യു. ഞാൻ നിന്നെ ചതിക്കാൻ പോകുകയല്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവൻ അവളെ കാണാൻ പോകുകയല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഹി ഈസ് നോട്ട് ഗോയിങ് ടു മീറ്റ് ഹെർ. അവൻ അവളെ കാണാൻ പോകുകയല്ല. അവർ ഒന്നും ചെയ്യാൻ പോകുകയല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ദേ ആർ നോട്ട് ഗോയിങ് ടു ഡു എനിത്തിങ്. അവർ ഒന്നും ചെയ്യാൻ പോകുകയല്ല. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക, എനിത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നും എന്നാണ് അർത്ഥം വരുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ നിന്നെ കുറിച്ച് സംസാരിക്കാൻ പോകുകയല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ടോക്ക് അബൌട്ട് യു. അവൾ നിന്നെ കുറിച്ച് സംസാരിക്കാൻ പോകുകയല്ല. അബൌട്ട് എന്ന് പറയുന്നത് കുറിച്ച് എന്നാണ്, അബൌട്ട് യു നിന്നെ കുറിച്ച് എന്നാണ് അർത്ഥം വരുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. ഇന്ത്യ ജയിക്കാൻ പോകുകയല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഇന്ത്യ ഈസ് നോട്ട് ഗോയിങ് ടു വിൻ. ഇന്ത്യ ജയിക്കാൻ പോകുകയല്ല. വിൻ എന്ന് പറയുന്നത് ജയിക്കുക എന്നാണ് പറയുന്നത്. ഇതിന്റെയൊക്കെ സാഹചര്യങ്ങൾ വരുന്നത് ഭാവിയിൽ അല്ലെങ്കിൽ വരുന്ന ഒരു സമയത്ത് എന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കാൻ പോകുകയല്ല എന്നുള്ള സാഹചര്യമാണ് വരുന്നത്. നമ്മളിപ്പോ നോക്കിയത് ഗോയിങ് ടു ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു കാര്യം പറയുക എന്നുള്ളതും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുക എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കിയത്. നമുക്കടുത്തത് ഗോയിങ് ടു ചേർത്തുകൊണ്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്കടുത്ത് നോക്കാം. ഞാൻ പഠിക്കാൻ പോവുകയാണോ എന്നെങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക? ആം ഐ ഗോയിങ് ടു സ്റ്റഡി. ഞാൻ പഠിക്കാൻ പോവുകയാണോ? അവൾ പഠിക്കാൻ പോവുകയാണോ എന്നെങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക? ഈസ് ഷീ ഗോയിങ് ടു സ്റ്റഡി. അവൾ പഠിക്കാൻ പോവുകയാണോ? അവർ പഠിക്കാൻ പോവുകയാണോ എന്നെങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക? ആർ ദേ ഗോയിങ് ടു സ്റ്റഡി. അവർ പഠിക്കാൻ പോവുകയാണോ? നമുക്കിതിന്റെ വാക്കുകളുടെ ഓർഡർ നോക്കാം. അതെന്ന് പറയുന്നത് ഞാനാണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ ആം ചേർക്കാം, രണ്ടാമതായിട്ട് ഐ ചേർക്കാം, മൂന്നാമതായിട്ട് ഗോയിങ് എന്നുള്ളത് ചേർക്കാം, നാലാമതായിട്ട് ടു ചേർക്കാം, അഞ്ചാമതായിട്ട് എന്താണോ പ്രവൃത്തി വരുന്നത് ആ പ്രവൃത്തി ചേർത്ത് കൊടുക്കുക. പ്രവൃത്തി നിർബന്ധമായിട്ടും V1 ആയിരിക്കണം, ING അങ്ങനെ ഒന്നും ചേർത്തിട്ട് പറയരുത്. ഇതാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. ഇപ്പം ഞാനായത് കൊണ്ടാണ് പ്രവൃത്തി ഈ ഒരു ഓർഡറിൽ വരുന്നത്. ഇപ്പം ഒരാളാണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അവിടെ ആമിന്റെ സ്ഥാനത്ത് ഈസ് ആണ് വരിക. ഒന്നിൽ കൂടുതലുള്ള ആളുകളാണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ആറാണ് ചേർക്കുക. ഈ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക.
നമുക്കിതിന്റെ ഉദാഹരണ സഹിതം നോക്കാം. നീ ഉറങ്ങാൻ പോകുകയാണോ എന്നെങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക? ആർ യു ഗോയിങ് ടു സ്ലീപ്പ്? നീ ഉറങ്ങാൻ പോവുകയാണോ? അവൾ ചോദിക്കാൻ പോവുകയാണോ എന്നെങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക? ഈസ് ഷീ ഗോയിങ് ടു ആസ്ക്? അവൾ ചോദിക്കാൻ പോവുകയാണോ? അവൻ സഹായിക്കാൻ പോവുകയാണോ എന്നെങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക? ഈസ് ഹി ഗോയിങ് ടു ഹെൽപ്പ്? അവൻ സഹായിക്കാൻ പോവുകയാണോ? അവർ കഴിക്കാൻ പോവുകയാണോ എന്നെങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക? ആർ ദേ ഗോയിങ് ടു ഈറ്റ്? അവർ കഴിക്കാൻ പോവുകയാണോ? നമുക്കടുത്തത് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. കൂടാതെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്സുകളൊക്കെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഈ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നമുക്കടുത്ത് നോക്കാം. പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹം വെച്ചുകൊണ്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസുകൾ കാണുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നുണ്ടാവും, ഒരുപാട് വാക്കുകൾ എന്ന് പറയുന്നത് കാണാപ്പാഠം പഠിക്കുന്നുണ്ടാവും. പക്ഷേങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ എന്താണോ പഠിക്കുന്ന കാര്യങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് പരിശീലിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വാക്കുകളൊന്നും വരാത്തൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങൾ നിർബന്ധമായിട്ടും സംസാരിച്ച് പരിശീലിക്കുക തന്നെ ചെയ്യണം. അഥവാ സംസാരിച്ച് പരിശീലിക്കാനുള്ള ഒരു അവസരം മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദിവസവും അരമണിക്കൂർ വെച്ചിട്ട് സംസാരിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വരുന്നത് നിങ്ങളും ഒരു ടീച്ചർ മാത്രമായിരിക്കും ക്ലാസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു മടിയോ പേടിയോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സംസാരിച്ച് പരിശീലിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലാസിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യ ക്ലാസ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ പങ്കെടുക്കാനും പറ്റുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ക്ലാസിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ തിങ്ക്ലിഷ് അക്കാദമിയിൽ ചേരാൻ പോകുകയാണോ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ആർ യു ഗോയിങ് ടു ജോയിൻ തിങ്ക്ലിഷ് അക്കാദമി? നിങ്ങൾ തിങ്ക്ലിഷ് അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ചെയ്ത് കഴിഞ്ഞ കാര്യമോ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യമല്ല, ചെയ്യാൻ നോക്കുന്ന, ഭാവിയിൽ അങ്ങനെ ചെയ്യാൻ പോവുകയാണോ എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുകയാണോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ഈസ് ഷീ ഗോയിങ് ടു മേക്ക് എ ബിരിയാണി? അവൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. മേക്ക് എന്ന് പറയുന്നത് ഉണ്ടാക്കുക എന്നുള്ള അർത്ഥമാണ് വരിക. അദ്ദേഹം സമ്മേളനത്തിൽ സംസാരിക്കാൻ പോകുകയാണോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ഈസ് ഹി ഗോയിങ് ടു സ്പീക്ക് അറ്റ് ദ കോൺഫറൻസ്? അദ്ദേഹം സമ്മേളനത്തിൽ സംസാരിക്കാൻ പോവുകയാണോ? അടുത്ത ഉദാഹരണം നോക്കാം. നിങ്ങൾ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ആർ യു ഗോയിങ് ടു ക്വിറ്റ് ദ ജോബ്? നിങ്ങൾ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. ക്വിറ്റ് എന്നുള്ളതാണ് ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥം വരുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. അവൻ വ്യായാമം ചെയ്യാൻ പോകുകയാണോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ഈസ് ഹി ഗോയിങ് ടു ഡു എക്സസൈസ്? അവൻ വ്യായാമം ചെയ്യാൻ പോകുകയാണ്. അടുത്ത ഉദാഹരണം നോക്കാം. അവർ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്യാൻ പോകുകയാണോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ആർ ദേ ഗോയിങ് ടു ഡു യുവർ ഹോംവർക്ക്? അവർ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ഉദാഹരണം നോക്കാം. നിങ്ങൾ ഒരു ഡോക്ടർ ആകാൻ പോകുകയാണോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ആർ യു ഗോയിങ് ടു ബി എ ഡോക്ടർ? നിങ്ങൾ ഒരു ഡോക്ടർ ആകാൻ പോകുകയാണോ? അടുത്തത് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ വെച്ചിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ചെയ്യാൻ പോകുന്നു എന്നും ചോദിക്കാം, അല്ലെങ്കിൽ തന്നെ ചെയ്യാൻ പോവുകയാണ് എന്നും ചോദിക്കാൻ പറ്റുന്നതാണ്. എന്ത് എന്നുള്ളത് വാട്ട് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുക. വാട്ട് ആർ യു ഗോയിങ് ടു ഡു? നീ എന്ത് ചെയ്യാൻ പോകുന്നു. അവർ അതിന് എത്ര പണം നൽകാൻ പോകുന്നു എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ഹൗ മച്ച് ആർ ദേ ഗോയിങ് ടു പേ ഫോർ ഇറ്റ്? അവർ അതിന് എത്ര പണം നൽകാൻ പോകുന്നു. നീ നാളെ എത്ര മണിക്കാണ് എഴുന്നേൽക്കാൻ പോകുന്നത് എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. വാട്ട് ടൈം ആർ യു ഗോയിങ് ടു ഗെറ്റ് അപ്പ് ടുമോറോ മോർണിംഗ്? നീ നാളെ എത്ര മണിക്കാണ് എഴുന്നേൽക്കാൻ പോകുന്നത്. നീ ഇന്ന് രാത്രി എന്താണ് കഴിക്കാൻ പോകുന്നത് എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. വാട്ട് ആർ യു ഗോയിങ് ടു ഈറ്റ് ടുനൈറ്റ്? നീ ഇന്ന് രാത്രി എന്താണ് കഴിക്കാൻ പോകുന്നത്. നമുക്കടുത്തത് ഇതിന്റെ നെഗറ്റീവായിട്ടുള്ള രൂപത്തിലുള്ള ചോദ്യ രൂപങ്ങൾ നോക്കാം. പഠിക്കാൻ പോകുകയാണോ എന്നും ചോദിക്കാം. അതുപോലെ തന്നെ പഠിക്കാൻ പോകുകയല്ലേ എന്നുള്ള രൂപത്തിലും നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. ഞാൻ പഠിക്കാൻ പോകുകയല്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ആമിന്റെ ഐ ഗോയിങ് ടു സ്റ്റഡി? ഞാൻ പഠിക്കാൻ പോകുകയല്ലേ. അവൾ പഠിക്കാൻ പോകുകയല്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ഈസിന്റെ ഷീ ഗോയിങ് ടു സ്റ്റഡി? അവൾ പഠിക്കാൻ പോകുകയല്ലേ. അവർ പഠിക്കാൻ പോകുകയല്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ആറിന്റെ ദേ ഗോയിങ് ടു സ്റ്റഡി? അവർ പഠിക്കാൻ പോകുകയല്ലേ. ഈ രൂപത്തിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നിങ്ങൾ ഒരു ഡോക്ടർ ആകാൻ പോവുകയല്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ആറിന്റ് യു ഗോയിങ് ടു ബി എ ഡോക്ടർ? നിങ്ങൾ ഒരു ഡോക്ടർ ആകാൻ പോകുകയല്ലേ. അടുത്ത ഉദാഹരണം നോക്കാം. അവർ അവനെ തല്ലാൻ പോകുകയല്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ആറിന്റ് ദേ ഗോയിങ് ടു ബീറ്റ് ഹിം? അവർ അവനെ തല്ലാൻ പോകുകയല്ലേ. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ അത് ചെയ്യാൻ പോകുകയല്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ഈസന്റ് ഷീ ഗോയിങ് ടു ഡു ഇറ്റ്? അവൾ അത് ചെയ്യാൻ പോകുകയല്ലേ.
അടുത്തതാണ് നോക്കാം. അവൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോകുകയല്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ഈസന്റ് ഹി ഗോയിങ് ടു പ്രപ്പോസ് ഹെർ? അവൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോകുകയല്ലേ? ഇതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പൊതുവെ നമുക്ക് അറിയാം, എന്തോ ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അവൻ അങ്ങനെ ആവാൻ പോവുകയാണ്, അവൻ ഒരു ഡോക്ടർ ആകാൻ പോവുകയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ചോദിക്കുക, നീ ഒരു ഡോക്ടർ ആവാൻ പോവുകയല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയല്ലേ? പൊതുവെ നമുക്ക് മുന്നേ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയ ഗോയിങ് ടുവിന്റെ ഉപയോഗം നമുക്ക് നല്ല രീതിയിൽ തന്നെ സംസാരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പല വാക്കുകൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സംസാരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത് ഗോയിങ് ടു വെച്ചിട്ട് ഒരു കാര്യം പറയുക, അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുക, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള രൂപത്തിലുള്ള ചോദ്യ രൂപങ്ങളാണ് നോക്കിയത്. ഇത് നാലും ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം, എങ്ങനെ കൃത്യമായിട്ടുള്ള മറുപടികൾ പറയാം എന്നുള്ള ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. നീ സംസാരിക്കാൻ പോവുകയാണോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ആർ യു ഗോയിങ് ടു സ്പീക്ക്? നീ സംസാരിക്കാൻ പോവുകയാണോ? നീ സംസാരിക്കാൻ പോവുകയല്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ആറിന്റ് യു ഗോയിങ് ടു സ്പീക്ക്? നീ സംസാരിക്കാൻ പോകുകയല്ലേ? ഞാൻ സംസാരിക്കാൻ പോവുകയാണ് എന്നങ്ങനെ പറയാൻ പറ്റും. ഐ ആം ഗോയിങ് ടു സ്പീക്ക്? ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. ഞാൻ സംസാരിക്കാൻ പോവുകയല്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഐ ആം നോട്ട് ഗോയിങ് ടു സ്പീക്ക്? ഞാൻ സംസാരിക്കാൻ പോവുകയല്ല. ഈ 4 രൂപങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഞാനപ്പോൾ പറയുന്ന പോലെ ഇതൊരു കോഡ് രൂപത്തിലുള്ള കാര്യം പോലെയാണ്. അപ്പോൾ എല്ലാ വശങ്ങളും നമുക്ക് ഗോയിങ് ടുവിന്റെ എല്ലാ വശങ്ങളും പഠിച്ചതിന് തുല്യമായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണോ സംസാരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഇതൊക്കെ ചേർത്തിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിന്റെ കൂടെ 2 ടാസ്കും കൂടി തരുന്നുണ്ട്. അത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കമന്റിലേക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാവുന്നതാണ്. കൂടാതെ എന്റെ വാട്സപ്പ് നമ്പറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചുകൊണ്ടും നിങ്ങൾക്ക് ക്ലാസ് സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.